ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആൻ്റണിയും രേവതിയും തമ്മിൽ കണ്ടുമുട്ടാണ്. ആൻ്റണി രേവതിയെ കണ്ടതും, ആ ചേച്ചി പൂ വിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? കടയൊക്കെ കോർപ്പറേഷൻകാരെടുത്തോണ്ട് പോയല്ലേ, ഇപ്പൊ സ്കൂട്ടറിലാണല്ലേ പൂ വിൽക്കുന്നത്. സ്കൂട്ടറും കൂടെ പോയാൽ നിങ്ങൾ നടന്ന് പൂ വിൽക്കോ എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ രേവതിക്ക് ദേഷ്യം പിടിക്കാണ് കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, എന്തടാ നീ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണോ? അയ്യോ അല്ല ചേച്ചി, എന്ത് പ്രശ്നം? നിങ്ങൾ കാണുമ്പോഴേ എനിക്കിപ്പോ സഹതാപം തോന്നാ. എന്ത് ചെയ്യാം, ഇങ്ങനെ ആയിപ്പോയില്ലേ. എന്നിട്ട് രേവതിയെ തുറച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചാണല്ലോ നാട് മൊത്തം ഇപ്പൊ സംസാരം. ആ വീഡിയോ വൈറലായും ചെയ്തല്ലോ. ആ വിഷയം നിങ്ങൾ ഏശിയിട്ടില്ലേ? നിങ്ങൾക്ക് ഏശിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ മടിക്കുമല്ലോ. നിങ്ങളാണെങ്കിൽ നാണക്കേടൊന്നും ഇല്ലാതെ പൂ വിൽക്കാൻ നടക്കുന്നു, അവനാണെങ്കിൽ മിച്ചം വരുന്ന കാശ് കൊണ്ട് കുടിച്ചു നടക്കുന്നു. അല്ല, നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവിനെ വിചാരിച്ച് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ നടക്കല്ലാതെ നിവൃത്തിയില്ലല്ലോ. അവന് കുടിക്കാനുള്ള കാശ് കൂടി ചേച്ചി പൂ വിറ്റ് കൊണ്ടു കൊടുക്കേണ്ടി വരും. അപ്പോഴേക്കും രേവതി ചോദിക്കും, നിനക്കിപ്പോ എന്താ വേണ്ടത്? അടി വേണോ? ദേ എന്റെ സച്ചേട്ടനെ കുറിച്ച് വല്ലതും പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും അടി മേടിക്കും. അപ്പോ ആന്റണി, അന്ന് നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ഞാനൊരു കുടിയനാണ്, എന്റെ കൂടെ കൂടാൻ പാടില്ല. എന്നിട്ടിപ്പോ എന്തായി? ആദ്യം നിങ്ങളുടെ കെട്ടിയവനെ പോയി ഉദ്ദേശിക്കാൻ നോക്ക്. വേണ്ട ആന്റണി, വേണ്ട. അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കരുത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു. അതിന് ഞാൻ മാത്രല്ലല്ലോ സംസാരിക്കുന്നത്, നാട് മൊത്തം അവനെ കുറിച്ചല്ലേ സംസാരം. നിങ്ങളും കുടുംബമൊക്കെ അവൻ കാരണം അപമാനിക്കപ്പെട്ടു അല്ലേ? ടിവിയിൽ ന്യൂസൊക്കെ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു കുടിയന്റെ കൂടെ ജീവിക്കാനാ നിങ്ങളുടെ വിധി എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ രേവതി പറയും, നിന്നോട് ഞാൻ പറഞ്ഞു മിണ്ടാതെ പോകുന്നതാ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ എന്ന് പറയുമ്പോ ആന്റണി, അടിക്കുമല്ലേ, എങ്കിൽ പിന്നെ അടിച്ചോ. അതിനു മുൻപേ നിങ്ങളുടെ കെട്ടിയോന്റെ അടുത്ത് കുറച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുക്ക്. ഇനി കുടിക്കരുത്, കുടിച്ച് പട്ടാപ്പകൽ വണ്ടി ഓടിക്കരുത് എന്നൊക്കെ ഒന്ന് പോയി പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്തായാലും പോയേക്കാം, നിങ്ങൾ ചെന്ന് പൂ വിൽക്ക്. കുടിയനായ ഭർത്താവിനും കൂടി നോക്കേണ്ടതല്ലേ. അപ്പോഴേക്കും ആന്റണിയുടെ ഷർട്ടിന്റെ കോളർ അങ്ങ് പിടിക്കട്ടോ രേവതി. വീട് ചേച്ചി, ഇതൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് പോയി കാണിച്ചാൽ മതി, ചിലപ്പോ നന്നാവാനും മതി എന്ന് പറഞ്ഞ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തു വെച്ച് ആന്റണി അങ്ങ് പോവാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ.